ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ സ്റ്റിക് കൃഷ്ണസൂര്യ മലയാളം ടാരോട്ട്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പോസിറ്റീവ് എനർജിയിലല്ലേ. നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്ന ഒരു സ്പെഷ്യൽ കാര്യമാണ്. നിങ്ങളുടെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ വിളിച്ചാൽ എന്തായിരിക്കും അവർ നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് കണ്ണുകളടച്ചിരിക്കുക. നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. ഫോണിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ആ വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അവരെന്തായിരിക്കും നിങ്ങളോട് സംസാരിക്കുക? നമുക്ക് ടാരോട് ചോദിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റായി തുടങ്ങും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് വിട്ടേക്കുക. ആരും തന്നെ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിരിക്കുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവർ നിങ്ങളോട് പറയുക? അവർക്ക് എന്തായിരിക്കും നിങ്ങളോട് സംസാരിക്കാനുണ്ടാവുക? നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ് കേട്ടോ വന്നിരിക്കണേ. 10 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. 8 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. 2 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട് കേട്ടോ. 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 9 ഓഫ് സോഡ്സ്. ഇനി ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് നമുക്കൊരു കാർഡും കൂടി എടുത്ത് നോക്കാം. വാവ്, 3 ഓഫ് സോഡ്സ് ആണ് കേട്ടോ. ഇന്നത്തെ സ്പ്രെഡിൽ മുഴുവനും വാൺസും സോഡ്സൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായിരിക്കും അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്? നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഫോണിലേക്ക് അവരുടെ കോൾ വരികയാണെങ്കിൽ നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യും. അവരെന്തായിരിക്കും നിങ്ങളോട് പറയാൻ പോകുന്നത്? ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ് ആദ്യത്തെ കാർഡ് തന്നെ. അവർ നിങ്ങളെ കാണുന്നത് വളരെയധികം പക്വതയും കഴിവും ഉള്ള ഒരാളായിട്ടാണ്. നല്ല ഉപദേശം നൽകാൻ കഴിയുന്ന ഒരാൾ ആയിരുന്നു നിങ്ങൾ അവർക്ക്. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. നല്ലൊരു കഴിവും പക്വതയും ഒക്കെ ഉള്ളൊരു ആളായിട്ടാണ് നിങ്ങളെ അവർ കണ്ടിരുന്നത്. എന്ത് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാലും അതിനൊരു പരിഹാരം നിങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളോട് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കൊരു സമാധാനമൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ആൾക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ കരുതലും സ്നേഹവും എന്താ പറയുക, മാർഗനിർദ്ദേശം നൽകിയിരുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആൾക്ക് ഒരുപാട് മിസ്സിങ് ഫീലാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 10 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഭാരം, അതാണിപ്പോൾ ആളുടെ അവസ്ഥ. ഒരുപാട് നാളായിട്ട് ഈ ഭാരം കൊണ്ട് നടക്കുന്നു. ഇത് മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. കുറേ കാലമായിട്ട് മനസ്സിൽ ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അത് മനസ്സിനും ശരീരത്തിനും ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. തളർച്ച, ക്ഷീണം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊടുത്ത സ്നേഹവും കരുതലും പിന്നെ ഉപദേശവും മാർഗനിർദ്ദേശവും ഒക്കെ കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് ആൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആ ഭാരം കൊണ്ട് നടന്നിട്ട് ഉള്ളിൽ ഭാരം കൊണ്ട് നടന്ന് ആൾ വല്ലാതെ ക്ഷീണിച്ചു. അതാണ് ഈ 2 കാർഡുകൾ പറയുന്നത്. പിന്നെ 4 ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര നഷ്ടബോധം തന്നെയാണ് കേട്ടോ ഇവിടെ.
എന്താ പറയുക, പുറമേ ഉള്ളതൊന്നും ചുറ്റുവട്ടത്തുള്ളതൊന്നും ആൾക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ സ്നേഹം തന്നെയാണ് ഇപ്പോഴും ആളുടെ മനസ്സിൽ. അതെങ്ങനെ തിരിച്ചു കിട്ടും, എങ്ങനെ തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു ആലോചനയിലാണ്. ഭാരമേറിയ ചിന്ത എന്ന് തന്നെ പറയാം. മുന്നിലുള്ളതൊന്നും ആൾക്ക് കാണാനായിട്ട്, ചുറ്റിനുള്ളതൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല. ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് അവർക്ക് പറ്റണില്ല. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ ആ സ്നേഹം, അതാണ് അവർക്ക് ഏറ്റവും വേണ്ടത്. അത് നഷ്ടപ്പെട്ടു പോയി. അതിലാലോചിച്ചിരിക്കുകയാണ്, വളരെയധികം സങ്കടത്തോടു കൂടി അതിലാലോചിച്ചിരിക്കുകയാണ് അവർ. ഇപ്പം ഇങ്ങനെ കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് വാൻസും വന്നിട്ടുണ്ട്, കിങ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഇത് നിങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ വളരെയധികം എന്താ പറയുക, ഉപദേശങ്ങൾ നൽകാനും നേർവഴി പറഞ്ഞു തരാനും, കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ പറയാനും ശരിയായ ദിശയിലേക്ക് നയിക്കാനും ഒക്കെ കഴിയുന്ന ആളാണിത്. അപ്പോൾ നിങ്ങളെ അവരങ്ങനെയാണ് കാണുന്നത്, അതുപോലെ തന്നെയാണ് നിങ്ങൾ അവരെയും കണ്ടിരുന്നത് എന്നാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങനെ തന്നെ ആയിരുന്നു. അതിപ്പോൾ നിങ്ങൾക്കും മിസ് ചെയ്യുന്നുണ്ട്, അവർക്കും മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി ആയിരുന്നു അത്. അതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് കേട്ടോ. പിന്നെ 8 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നിട്ടുള്ള ആ സമയം അത് ഒരുപാട് വിലപ്പെട്ടതായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി അവരിപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും. ഇനി നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സംസാരിച്ച് തുടങ്ങിയാൽ, ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കൊരു കൺഫ്യൂഷൻ, നിങ്ങളെ വിളിക്കണോ വേണ്ടയോ, വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംസാരിക്കും, എങ്ങനെ തുടങ്ങും, എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടാത്തത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. വിളിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആദ്യം തന്നെ. വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും, എങ്ങനെ തുടങ്ങും ഒരു സ്റ്റാർട്ടപ്പ്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ, എങ്ങനെ പറയണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. എന്നാലോ ഇത് 8 ഓഫ് വാൻസ് പറയുന്നത്, സംസാരിച്ച് തുടങ്ങിയാൽ അതൊരു എന്താ പറയുക, ഒഴുക്ക് പോലെ അങ്ങ് സംസാരിച്ച് നീണ്ടു പോകാനായിട്ട് ഉള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ കൂടെ ലൈഫ് ലോങ് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു കൊഹറൻ്റ് ആയിട്ടുള്ളൊരു സ്പ്രെഡാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് ചേർന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ തമ്മിൽ മുന്നേ ഉണ്ടായിരുന്ന സ്നേഹം, കാര്യങ്ങൾ, എന്താ പറയുക, സെലിബ്രേഷൻസ്, നിങ്ങൾ ഒന്നിച്ചു പോയ യാത്രകൾ, നിങ്ങൾ സ്നേഹം പങ്കിട്ടിരുന്നത്, നിങ്ങൾ അത് ആഘോഷിച്ചിരുന്നത്, ആ കാര്യങ്ങളൊക്കെ ആൾ സംസാരത്തിനിടയിൽ പറയാനായിട്ട്, നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ സംസാരിച്ച് തുടങ്ങാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെ തുടങ്ങും, എന്ത് സംസാരിക്കുന്നുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിലും, ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും, സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഒഴുക്കായിട്ട് പോവും. പിന്നെ അതിലൊരു തടസ്സമൊന്നും ഉണ്ടാവില്ല, നീണ്ടുപോവും. അതിനിടയിൽ ഈ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന സ്നേഹം, പ്രകടനങ്ങൾ, അങ്ങനെയുള്ള നല്ല നല്ല നിമിഷങ്ങൾ ആൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാനും സംസാരത്തിനിടയിൽ കൊണ്ടുവരാനും ഉള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് 9 ഓഫ് സോഡ്സ് ആണ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടോ, നിങ്ങളുടെ സ്നേഹം, കരുതലൊക്കെ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് ഉണ്ട്, മനസ്സിന് ഭയങ്കര ഭാരമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതുമൂലം ആൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ, രാത്രികളിൽ ഉറക്കമില്ലാത്ത അവസ്ഥ, ചിന്തിച്ചിരിക്കൽ, ആലോചിച്ചിരിക്കൽ, അതുപോലെ തന്നെ പ്രാർത്ഥിക്കൽ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാത്രിയിൽ ആൾക്ക് ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല. ഒരു ഉത്കണ്ഠ, ഉറങ്ങിയിട്ട് നാളുകളായി എന്ന് നിങ്ങളോട് പറയാം. ടെൻഷനും കാര്യങ്ങളും, പ്രാർത്ഥിക്കുന്നുണ്ട് ആൾ, പിന്നെ ഉറങ്ങാതെ
എഴുന്നേറ്റിരിന്ന് പ്രാർത്ഥിക്കുക, ചിന്തിക്കുക, അങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. പിന്നെ ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് കാർഡ് തന്നെയാണ് ഈ സ്പ്രെഡിൽ എന്ന് നമുക്ക് പറയാം കേട്ടോ. 3 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഹൃദയത്തിൽ വാള് തുളച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഹൃദയവേദനയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആൾക്ക് അത്രയധികം ഹൃദയവേദനയുണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, ചില സമയങ്ങളിൽ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലുള്ളൊരു വേദന ആലോചിച്ച്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആലോചിച്ച് ഉറക്കമില്ലാതെ ആലോചിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുകയാണ്. അപ്പോൾ അത് എന്താ പറയുക, ഹൃദയത്തിൽ വാള് തറച്ച പോലത്തെ ഒരു ഭാരം, ബുദ്ധിമുട്ട്, വേദന, ഹൃദയം തകർന്നു പോയി. ആൾക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഇട്ടിട്ട് പോയ സ്ഥലത്ത് നിന്നും നല്ല പണി കിട്ടിയിട്ടുണ്ട്, തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങളുടെ സ്നേഹം, കരുതലും ഒക്കെ ആൾ ഓർക്കുന്നതും തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ ആളായിട്ട് അത് നഷ്ടപ്പെടുത്തിയത് ഓർത്തിട്ട് ആൾക്കിപ്പോൾ ഒരുപാട് ഹൃദയവേദന അനുഭവിക്കുന്നുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പോൾ ഈ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലുള്ള അവസ്ഥ വരുമ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അവരുടെ കോള് വരും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, അവരുടെ കോള് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും വരും. അതാണ് ഈ സ്പ്രെഡിൽ കാണുന്ന അത്രയും ഹൃദയം തകർന്ന അവസ്ഥയാണ്, ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മളുടെ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടാരോട് ചോദിച്ചത് എന്താണ്, അവർ നിങ്ങളെ ഇപ്പോൾ വിളിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്? അത് നമുക്ക് ഈ സ്പ്രെഡിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അവർ പറയും, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കാനുണ്ട്, നിന്നെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എൻ്റെ മനസ്സിന് ഒരുപാട് ഭാരമുണ്ട്, അതെനിക്കൊന്ന് ഇറക്കി വെക്കണം, എന്നോട് സംസാരിക്കാമോ, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നിൻ്റെ സ്നേഹം എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ പറയുക, എനിക്ക് മറ്റൊന്നും വേണ്ട, നിൻ്റെ സ്നേഹം മാത്രം മതി, പിന്നെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നതല്ലേ, അത് നിനക്കും അറിയാവുന്നതല്ലേ, ഇപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി എന്നിരുന്നാലും ഞാൻ പോയി എന്നിരുന്നാലും നിന്നെ ഞാൻ മറന്നിട്ടില്ല, പിന്നെ ഇനിയുള്ള കാലം നീ എൻ്റെ കൂടെ എന്നും വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളും കാര്യങ്ങളും അതൊക്കെ സംസാരത്തിനിടയിൽ കൊണ്ടുവരും. എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, ഞാൻ ഉറങ്ങിയിട്ട് നാളുകളായി, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ എന്താ പറയുക, നെഞ്ച് പൊട്ടുന്ന പോലെ, ചങ്ക് പൊട്ടുന്ന പോലെ എന്നൊക്കെ പറയാനുള്ള സാധ്യതകളാണ് നമുക്ക് ഈ സ്പ്രെഡിൽ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ 2 ഓഫ് പെൻറ്റക്കിൾ ഉണ്ട്. അപ്പോൾ അവർക്കത് പല തവണ അവർ വിളിക്കാനും ഒരുങ്ങിയിട്ടുണ്ടാവാം, പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവാം, ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവാം, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ്, എങ്ങനെ തുടങ്ങണം, വിളിക്കണോ വേണ്ടയോ, വിളിച്ചാൽ തന്നെ എന്ത് സംസാരിക്കും, എങ്ങനെ തുടങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ട് കേട്ടോ. ആ കൺഫ്യൂഷൻ അങ്ങ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോള് വരും എന്ന് തന്നെയാണ് ഈ കാർഡിലൂടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഈ 2 കാർഡുകൾ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. ഉറക്കമില്ലാത്ത അവസ്ഥ, പ്രാർത്ഥനയോടുകൂടി എഴുന്നേറ്റിരിക്കുന്നു രാത്രിയിലൊക്കെ, അതുപോലെ തന്നെ ഹൃദയം കുത്തിമുറിക്കുന്ന വേദന, ഇതെല്ലാവരും ഉണ്ട്. ചുറ്റിനുമുള്ള പലതും അവർക്ക് കാണാൻ കഴിയുന്നില്ല. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സ്നേഹം ആലോചിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാം നല്ലൊരു സ്പ്രെഡാണ് കേട്ടോ. പിന്നെ ആൾക്ക് ഒരുപാട് മനസ്സിന് ഭാരം, ആ ഭാരമാണ് ഇവിടെ അമ്പ് തറച്ച പോലെ, വാള് തറച്ച പോലെ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം കേട്ടോ. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ക്ലോസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനി അഥവാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്ലോസിൽ നിങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്യിക്കുന്ന ഒന്നും തന്നെ വന്നില്ല എന്ന് കരുതി വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം.
2 ജമ്പിങ് ക്ലൂസ് വന്നിട്ടുണ്ട് കേട്ടോ. പത്തനംതിട്ട ജില്ലയാണ് കേട്ടോ ജമ്പിങ് ക്ലൂ ആയിട്ട് വന്നത്. പിന്നെ രോഹിണി നക്ഷത്രം വന്നിട്ടുണ്ട്. 44 വന്നിട്ടുണ്ട് കേട്ടോ. 6 എന്ന ലെറ്റർ വന്നിട്ടുണ്ട്. ധനുമാസം വന്നിട്ടുണ്ട് കേട്ടോ. ഭരണി വന്നിട്ടുണ്ട്, ഭരണി നക്ഷത്രം. റെയിൻബോ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ റീഡിങ്ങിൽ ആരോ പറഞ്ഞു റെയിൻബോ ഒക്കെ കാണുന്നുണ്ടെന്ന് കേട്ടോ. പിന്നെ എസ് വന്നിട്ടുണ്ട്. 1985 വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബി പോസിറ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സൽ മെസ്സേജാണ് കേട്ടോ, ബി പോസിറ്റീവ് എന്ന്. അപ്പം നെഗറ്റീവായിട്ട് ആരും തന്നെ തിങ്ക് ചെയ്യരുതെന്നാണ് പറയുന്നത് കേട്ടോ. 18 വന്നിട്ടുണ്ട് കേട്ടോ. 25 ഫുൾ മൂൺ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഫുൾ മൂണൊക്കെ കാണുന്ന ഉണ്ടായിരിക്കും, നല്ലതാണ് അത് കേട്ടോ, പോസിറ്റീവാണ്. വി എന്ന ലെറ്റർ വന്നിട്ടുണ്ട്. ടി എന്ന ലെറ്റർ വന്നിട്ടുണ്ട്. 1975 വന്നിട്ടുണ്ട്. എസ് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. കണ്ണൂർ ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട്. പിങ്ക് കളർ വന്നിട്ടുണ്ട്. കർക്കിടകം വന്നിട്ടുണ്ട് കേട്ടോ. ബി എന്ന ലെറ്റർ വന്നിട്ടുണ്ട്. 33 വന്നിട്ടുണ്ട്. 1988 വന്നിട്ടുണ്ട് കേട്ടോ. പൂരം നക്ഷത്രം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ക്ലൂസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയും ക്ലൂസൊക്കെ നിങ്ങൾക്ക് റെസിനേറ്റ് ആയെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻസും ലൈക്കൊക്കെ ഒരുപാട് വിലപ്പെട്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ യൂണിവേഴ്സിനും ടാരോയ്ക്കും താങ്ക്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.